1/4 കപ്പ് തോരപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 250 ഗ്രാം ചക്കക്കുരു, ഇതുപോലെ ഒരു ചക്കക്കുരു 4 നീളനെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു തണ്ട് കറിവേപ്പിലയും, 2 ഗുണ്ടുമുളക്, നല്ല എരിവുള്ള മുളക് നടുകീറി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 2 കപ്പ് വെള്ളം നിറച്ചൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഞാൻ ഇവിടെ 2 വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് എയർ പോയതിന് ശേഷമാണ് തുറന്നെടുത്തത്. ഇനി ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയതും, 2 വലിയ സൈസ് ചുവന്നുള്ളി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുത്തിപ്പൊടിച്ച മുളകും, ഒരു മണത്തിനായി മാത്രം കുറച്ച് 1/4 ടീസ്പൂൺ ജീരകവും, അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് 4 മുരിങ്ങക്കോല് ഇതുപോലെ നീളനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പുളിക്കനുസരിച്ചിട്ട് മാങ്ങ നീളനെ അരിഞ്ഞിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും, 2 തണ്ട് കറിവേപ്പിലയും, ഒരു പച്ചമുളക് മണത്തിനായിട്ട് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി പരത്തി മുക്കിയിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് നല്ല തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെയും പരിപ്പിൻ്റെയും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചൊഴിച്ചെടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി നോക്കുക. നിങ്ങളുടെ തിക്നെസ്സിനനുസരിച്ച്, കറിയുടെ തിക്നെസ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. പിന്നെ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് 1-2 വട്ടമൊക്കെ നന്നായി വരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും, പിന്നെ ഒരു 4 അല്ലി ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും, 2 പച്ചമുളകും, പിന്നെ 8 അല്ലിയോളം വെളുത്തുള്ളി വേണം കേട്ടോ. അതാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതുപോലെ തൊലിയോട് കൂടിയിട്ട് തന്നെ കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചതച്ചെടുത്തിട്ട് അതൊന്ന് നന്നായി മൂപ്പിച്ചെടുത്തിട്ട് താളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ലൊരു കിടിലൻ ടേസ്റ്റുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്.